Hello friends, Technique മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മറ്റൊരു Oppoന്റെ മിഡ് റേഞ്ച് ഡിവൈസ് ആണ്. Oppoന്റെ F സീരീസിലെ മറ്റൊരു സ്മാർട്ട് ഫോൺ ആണ് Oppo F23 5G. അപ്പോൾ F സീരീസ് നമുക്കറിയാം നല്ലൊരു സ്റ്റൈലും അതേപോലെ ക്യാമറ സെൻട്രിക് ആയ വരുന്ന ഒരു ഡിവൈസ് ആണ്. അപ്പോൾ ഇത്തവണയും Oppo F23 5G ക്യാമറയ്ക്ക് മുൻതൂക്കം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് ബാറ്ററിക്കും മുൻതൂക്കം കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതൊരു ബാറ്ററി ഹെൽത്ത് എഞ്ചിൻ ഉണ്ട്. അപ്പം ബാറ്ററി ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഓവർ പീരീഡ് ഓഫ് ടൈം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു സേഫ്റ്റി ആസ്പെക്റ്റ് ഇതിനകത്തുണ്ട്. അതിനൊപ്പം തന്നെ ക്യാമറയ്ക്കും മുൻതൂക്കമുണ്ട്. പിന്നെ നല്ല ഒരു ഹാർഡ്വെയർ ഓഫറിംഗ് ഒക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് വേർഷനുണ്ട്. അതേപോലെ 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും 5 വർഷത്തെ സെക്യൂരിറ്റി പാച്ചുമാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അതെനിക്ക് തോന്നുന്നു പ്രോബ്ലി ഫസ്റ്റ് ടൈമാണ് ഈ സെഗ്മെൻറ്റിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വില നമുക്കറിയില്ല. ഇപ്പം അൺബോക്സിങ് തുടങ്ങുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. 67 വാട്ട് സൂപ്പർ വൂക്ക് ചാർജിങ് ആണ് വരുന്നത്. 120 ഹെർട്സ് സിൽക്കി സ്മൂത്ത് ലാർജ് സ്ക്രീൻ, 64 മെഗാപിക്സൽ AI ക്യാമറ, 40x മൈക്രോ ലെൻസ് ഇതിനു മുമ്പും നമ്മൾ കണ്ടിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന 8GB റാമും 256GB സ്റ്റോറേജുമാണ്. 5G ബാൻഡ്സ് എല്ലാം സപ്പോർട്ടഡ് ആണ്. പിന്നെ വരുന്നത് ബോൾഡ് ഗോൾഡ് എന്ന് പറഞ്ഞ കളറാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് കൊടുത്തിട്ടുള്ളത്. സാർ വാല്യൂ 1.192, ഹെഡ്സ് ആറ്, ബോഡീസ് ആറ് 0.962 ആണ് വരുന്നത്. അപ്പോൾ നമുക്കിത് പെട്ടെന്നൊന്ന് അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ Oppo F23 5G എന്നാണ്, ഒരു ഗോൾഡ് കളറാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് ഡിസൈനും കളറൊക്കെ നോക്കാം. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഓപ്പോൻ്റെ ഒരു ചെറിയ ബോക്സ് ആണ്. ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഫ്രോസ്റ്റഡ് സൈഡുള്ള ഒരു കേസാണ് കൊടുത്തിരിക്കുന്നത്. സൈഡ് ഫ്രോസ്റ്റഡ് ആണ്, ബാക്ക് പ്ലെയിൻ ആണ്, ക്യാമറ കട്ട് കാണാം. നല്ലൊരു കേസാണ്, സ്റ്റാൻഡേർഡ് കേസാണ്. ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് കാണാം, സേഫ്റ്റി ഇൻഫർമേഷൻ ഉണ്ട്. ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡിൽ വേറെ പ്രത്യേകിച്ച് ഡീറ്റെയിൽസ് ഒന്നും തന്നെയില്ല. അതിന് 2 സിം കാർഡ് സ്ലോട്ടും ഒരു SD കാർഡ് സ്ലോട്ടും ഉണ്ട്. ഡെഡിക്കേറ്റഡ് അല്ല എങ്കിലും നിങ്ങൾക്ക് SD കാർഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്കൊരു സിം ഇജക്റ്റർ പിന്നാണ് വരുന്നത്. പിന്നെ Oppo F23 5G ആണ്. പിന്നെ വരുന്നത് ഒരു USB Type-C ചാർജിങ് ആൻഡ് ഡേറ്റ സിങ്കിങ് കേബിളാണ്. പിന്നെ നമുക്ക് കിട്ടുന്നത് 67 വാട്ട് അഡാപ്റ്ററാണ്. ഇൻഫാക്ട് ഇത് 80 വാട്ട് അഡാപ്റ്ററാണ്, പക്ഷേ 67 വാട്ടാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സൂപ്പർ വൂക്കിൻ്റെ 67 വാട്ട് സപ്പോർട്ടാണ് ഈ ഡിവൈസിനുള്ളത്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഫോൺ ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഫോണ് Oppo F23 5G. അപ്പോൾ നമുക്ക് കാണാം ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കാണാം. ഇൻഫാക്ട് ഡ്യുവൽ ക്യാമറ അല്ല, ട്രിപ്പിൾ ക്യാമറയാണ്, പക്ഷേ ഒരു ഡ്യുവൽ സെറ്റപ്പിലാണ് വരുന്നത്. പ്രൈമറി 64 മെഗാപിക്സൽ ക്യാമറ, പിന്നെ 2 മെഗാപിക്സൽ ഡെപ്ത് ക്യാമറ, പിന്നെ 40x മൈക്രോ ലെൻസാണ്, അതൊരു 2 മെഗാപിക്സൽ സെൻസറാണ് വരുന്നത്. അപ്പോൾ പിന്നെ ഒരു LED ഫ്ലാഷിംഗ് ആണ്. അപ്പോൾ ഒരു ക്യാമറ മോഡ്യൂളിലാണ് എല്ലാ ക്യാമറാസും വെച്ചിരിക്കുന്നത്. പിന്നെ അതൊരു സർക്കുലർ ലേ ഔട്ടാണ്. പിന്നെ നമുക്കിവിടെ കാണാം ഇന്നോവേറ്റീവ് ക്യാമറ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഫിനിഷും കൂടെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സ്റ്റൈലിഷ് ഡിവൈസാന്ന് പറയാം. ഓപ്പോ നേരിയത് കാണാം, ഒരു ഗോൾഡ് ഫിനിഷാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഒരു സ്റ്റൈലിഷ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് സിം ട്രേയും വോളിയം കീസുമാണ് വരുന്നത്. താഴത്ത് നമുക്ക് 3.5mm ഓഡിയോ ജാക്ക് ഉണ്ട്, USB Type-C പോർട്ട് ഉണ്ട്, സ്പീക്കർ യൂണിറ്റ് ഉണ്ട്, മോൾ ബാഗ്സ് മൈക്രോഫോൺ കാണാം. പിന്നെ ഒരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡിസൈൻ നല്ലതാണ്, ഇൻഹാൻഡ് ഫീൽ നല്ലതാണ്. വെറും 8.2mm തിക്നെസ് ആണ്, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. അതേപോലെ 192 ഗ്രാംസേ വരുന്നുള്ളൂ. അപ്പം വലിയൊരു ഹെവിനെസ് ഒന്നും നമുക്ക് ഡെഫിനറ്റ്ലി തോന്നില്ല. നല്ലൊരു ഇൻഹാൻഡ് ഫീലും ഡെഫിനറ്റ്ലി നമുക്ക് വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റപ്പ് ചെയ്തേക്കാം. നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഡിസ്പ്ലേ ബെസിൽസ് കാണാം. സൈഡിലും മുകളിലൊക്കെ തന്നെ വളരെ മിനിമൽ ബെസിൽസ് ആണ്. താഴത്തെ ബെസിൽസ് കുഴപ്പമില്ല, അക്സെപ്റ്റബിൾ ആണ്. നമുക്കിവിടെ കിട്ടുന്ന ഒരു 6.72 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. IPS LCD പാനലാണ്. 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ ബ്രൈറ്റ്നസ്സിൽ പോകാം. ഇവിടെ സ്ക്രീൻ കളേഴ്സൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. വൈബ്രൻറ്റ്, പിന്നെ ഇവിടെ കണ്ടില്ലേ സ്ക്രീൻ റിഫ്രഷ് റേറ്റ് ഹൈ 120 ഹെർട്സ്. ഇവിടെ സ്റ്റാൻഡേർഡ് 60 ഹെർട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഹൈ ആണ്. പിന്നെ നമുക്ക് ഡാർക്ക് മോഡ് അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റ് വിവിഡ് ഡിസ്പ്ലേ ആണ്. റിവ്യൂ ആംഗിൾസ് ആണെങ്കിൽ കുഴപ്പമില്ല. ടച്ച് റെസ്പോൺസ് വളരെ സ്മൂത്താണ്. പിന്നെ 120 ഹെർട്സ് ഉണ്ടാവുകൊണ്ട് തന്നെ നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 120 ഹെർട്സ് IPS LCD പാനലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇത് 32 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത് ആൻഡ്രോയിഡ് 13 ആണ്, ലേറ്റസ്റ്റ് വേർഷനാണ്. എബൌട്ട് ഡിവൈസ് എടുക്കാം, അതിൽ ആൻഡ്രോയിഡ് 13 കാണാം. പിന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ഇതിനകത്ത് 4 years ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും 5 years ഓഫ് സെക്യൂരിറ്റി പാച്ചസുമാണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. പ്രോബ്ലി അത് ഈ സെഗ്മെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് വേർഷൻസ് ഒക്കെ കിട്ടുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആസ്പെക്റ്റ്. പിന്നെ ഇതിനകത്ത് പ്രോസസ്സർ സ്നാപ്ഡ്രാഗണിൻ്റെ 695 5G ഒക്ടകോർ പ്രോസസ്സറാണ്. 5000 mAh ബാറ്ററി
ബാറ്ററിയാണ്, 8GB റാമും എക്സ്റ്റെൻഡബിൾ റാമും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ കളർ OS 13.1 വേർഷനാണ്. പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ കളർ OSൽ കാണുന്ന എല്ലാ ഫീച്ചേഴ്സ് ഉണ്ട്. ഹോം സ്ക്രീൻ ആൻഡ് ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷൻ ഉണ്ട്, വാൾപേപ്പർ ആൻഡ് സ്റ്റൈൽ ഉണ്ട്. അതിനകത്ത് നമുക്ക് എല്ലാം തന്നെ കസ്റ്റമൈസ് ചെയ്യാം. തീംസ്, ഫോൺസ്, ഐക്കൺസ്, കളേഴ്സ്, അങ്ങനെ എല്ലാ ഓപ്ഷൻസും കസ്റ്റമൈസ് ചെയ്യാം. പിന്നെ നമുക്ക് സ്പെഷ്യൽ ഫീച്ചേഴ്സിൽ സ്പ്ലിറ്റ് സ്ക്രീൻ, ഫ്ലെക്സിബിൾ വിൻഡോസ്, ക്വിക്ക് റിട്ടേൺ, സ്മാർട്ട് സൈഡ് ബാർ, കിഡ് സ്പേസ്, സിമ്പിൾ മോഡ്, ഇങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ ഉണ്ട്. ജസ്റ്റേഴ്സ് സപ്പോർട്ടഡ് ആണ്. അപ്പം സോഫ്റ്റ്വെയർ വൈസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ആസ്പെക്റ്റ് ആണ്. കാരണം കളർ OS അത്യാവശ്യം നല്ല ഒരു OS ആണ് എന്ന് പറയാം. കസ്റ്റം UI ആണെന്ന് പറയാം. അപ്പോൾ ഇത്രയാണ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ആസ്പെക്റ്റാണ് 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും 5 വർഷത്തെ സെക്യൂരിറ്റി പാച്ചസുമാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഇനി ക്യാമറയിലോട്ട് വരാൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 64 MP പ്രൈമറി ക്യാമറയാണ്. പിന്നെ ഒരു ഡെപ്ത് സെൻസറും ഒരു മൈക്രോ ലെൻസ് അല്ലെങ്കിൽ എന്താ പറയുക 2 MP 40x മൈക്രോ ലെൻസുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ റെക്കോർഡിംഗ് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം 1080p റെസൊല്യൂഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇതുണ്ടല്ലേ 1080p റെസൊല്യൂഷനാണ്. 4K സ്നാപ്ഡ്രാഗൺ 695 സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ പോർട്രേറ്റ് മോഡ് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഓപ്ഷൻസ് കാണാം. മൈക്രോസ്കോപ്പ് മോഡ് കണ്ടില്ലേ, അതാണ് നമുക്ക് മൈക്രോസ്കോപ്പ് വളരെ എന്താ പറയുക 40x 20x സൂം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടെയാണ്. പിന്നെ അതിന് മുമ്പായിട്ട് ഇതിനകത്ത് വരുന്നത് 32 MP സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് Oppo F23 5G എന്നെടുത്ത ക്യാമറ സാമ്പിൾസ്. അപ്പോൾ ഡീറ്റെയിൽ ആയി നമ്മൾ ക്യാമറ ടെസ്റ്റ് ചെയ്തിട്ട് പറയാം. പക്ഷേ എങ്കിലും എനിക്ക് ഫസ്റ്റ് ഇംപ്രഷനിൽ കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ സെറ്റപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിനകത്ത് വരുന്നത് 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. 67 വാട്ട് വൂക്ക് SuperVOOC ചാർജിങ് ആണ് വരുന്നത്. പിന്നെ ബാറ്ററി ഹെൽത്ത് എഞ്ചിൻ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ 1600 സൈക്കിൾസ് വരെ ഇത് വേറെ ഒരു കുഴപ്പങ്ങളും ഇല്ലാണ്ട് തന്നെ ഇത് ചാർജ് ചെയ്യുന്നുള്ളതാണ്. അതായത് ബാറ്ററി ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ 1600 സൈക്കിൾ, പ്രോബ്ലി ഒരു ചാർജിങ് സൈക്കിൾ ഒരു ദിവസം ഉണ്ടാവുന്നുണ്ടെങ്കിൽ പോലും, അതായത് നമ്മൾ അത്രയും ഹെവി യൂസേജ് ആണെങ്കിൽ പോലും 1600 ചാർജിങ് സൈക്കിൾ. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഒരു 1600 ദിവസം വരെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ചാർജിങ് ചെയ്യുക. അതിനപ്പുറം ഹെൽത്ത് പോകുന്നുള്ളതല്ല എങ്കിലും അത്രയും സൈക്കിൾസ് ടെസ്റ്റഡ് ആണ്. 1600 സൈക്കിൾസ് ടെസ്റ്റഡ് ആണ്. അപ്പോൾ അത് ഒരു നല്ല ഫീച്ചറാണ്. അപ്പോൾ ലാഗ് ഫ്രീ എക്സ്പീരിയൻസിനൊപ്പം തന്നെ ബാറ്ററിക്കും തന്നെ ഒരു മുൻതൂക്കം കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ 67 വാട്ട് ചാർജിങ് ആണ്. ഈ ബാറ്ററി ഹെൽത്ത് സൈക്കിൾ എന്ന് പറഞ്ഞാൽ അതിൽ കുറേ കാര്യങ്ങളുണ്ട്. വോൾട്ടേജ്, ചാർജിങ്ങിൻ്റെ വോൾട്ടേജ് കറക്റ്റായി മെയിൻറ്റെയിൻ ചെയ്യുക, ചൂടാവാണ്ട് നോക്കുക, അങ്ങനത്തെ ഒരുപാട് സർക്യൂട്ടറി അഡ്വാൻസ്മെൻറ്റ്സും ഇതിനകത്ത് ബാറ്ററി ഹെൽത്ത് എഞ്ചിനിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയതാണ് ഈ Oppo F23 ബാറ്ററി ഹെൽത്ത് എഞ്ചിൻ. അപ്പോൾ 1600 സൈക്കിൾസാണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു Oppo F23 5Gൻ്റെ ഡീറ്റെയിൽഡ് അൺബോക്സിങ്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാമറ, നല്ലൊരു ബാറ്ററി ഹെൽത്ത് എഞ്ചിൻ ഉണ്ട്. അതേപോലെ 8GB റാം, 256GB സ്റ്റോറേജ്, കുഴപ്പമില്ലാത്തൊരു പ്രോസസ്സർ, സ്നാപ്ഡ്രാഗൺ 695 ഒക്ടകോ പ്രോസസ്സർ, നല്ലൊരു സ്റ്റൈലിഷ് ഡിസൈനുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 32 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ 120 Hz ഡിസ്പ്ലേയും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വില നമുക്കിപ്പോൾ അറിയില്ല. അൺബോക്സ് ചെയ്യുന്ന സമയത്ത് വില നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയില്ല. വില വരുമ്പോൾ നമ്മൾ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ടൈറ്റിലോ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു Oppo F23 5Gൻ്റെ അൺബോക്സിങ് ആൻഡ് സോൺ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നിരിക്കണം. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.